മുകളിൽ ചെന്ന് ലെഫ്റ്റിൽ. താങ്ക് യു. വെൽക്കം. Come in. May I come in, sir? Welcome, Dr. Gautam. Good morning, sir. Very good morning. മേവാനം ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. ഇരിക്കൂ. താങ്ക് യു ഡോക്ടർ. ഈ ഹോസ്പിറ്റലിന് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായ ഡോക്ടർമാരെയാണ് ആവശ്യം, മിസ്റ്റർ ഗൗതം. ഡോക്ടർ മയൂർ നിങ്ങളെ വളരെ പുകഴ്ത്തി പറഞ്ഞിരുന്നു. സർ, ഡോക്ടർ മയൂർ ഒരു മഹാനായ ഡോക്ടറാണ്. ഒപ്പം അദ്ദേഹം ഒരു വലിയ മനുഷ്യനും കൂടിയാണ്. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം എന്നെ പുകഴ്ത്തിയത്. പക്ഷേ ഞാൻ അതിനെല്ലാം അർഹനാണോ അല്ലയോ എന്ന് ഞാൻ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. നോ ഡോക്ടർ, ഇത്ര ചെറുപ്പത്തിലെ സർജറിയിൽ നിങ്ങൾ പ്രദർശിപ്പിച്ച പാഠവും അതിനെ പുകഴ്ത്താതെ പറ്റില്ല. താങ്ക് യു ഡോക്ടർ. ഇഫ് യു ആർ റെഡി, ഇന്ന് തന്നെ ചാർജ് എടുക്കാവുന്നതാണ്. ആസ് യു പ്ലീസ് ഡോക്ടർ. സിസ്റ്റർ, പ്ലീസ് കം ഇൻ. May I come in, sir? Yes, come in, Sister Lily. താങ്കൾ എന്നെ വിളിച്ചോ ഡോക്ടർ? സിസ്റ്റർ, ഇദ്ദേഹം ഡോക്ടർ ഗൗതം. ഹലോ ഡോക്ടർ. ഹലോ സിസ്റ്റർ. ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇദ്ദേഹത്തിനുള്ള മുറിയും പിന്നെ ഹോസ്പിറ്റലും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വരൂ ഡോക്ടർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്, ഡോക്ടർ ഗൗതം. താങ്ക് യു ഡോക്ടർ. പ്ലീസ് കം. ഡോക്ടർ ഗൗതം, യെസ്. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ. വരൂ, ഞാൻ നമ്മുടെ തിയേറ്ററിലെ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് കാണിച്ചു തരാം. ഷുവർ, പ്ലീസ്. കം. ഡോക്ടർ ഗൗതം, എനി പ്രോബ്ലം? Please come. എന്ത് പറ്റി ഡോക്ടർ? ഒന്നുമില്ല. അത് താങ്കൾക്ക് എന്താ സുഖമില്ലേ? ഇല്ലില്ല, ഞാൻ ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കുഴപ്പമില്ല. പോകാം. പോകാം.
എന്ത് പറ്റി കലാവതി? എന്തിനാ നീ ഒച്ച എടുക്കുന്നത്? എനിക്ക് തോന്നി ആരോ എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചെന്ന്. നീ എന്താണ് ഈ പറയുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അറിയില്ല നിനക്ക് എന്ത് പറ്റിയെന്ന്. എനിക്ക് എന്നെ അറിയില്ല എന്ത് പറ്റിയെന്ന്. ചിലപ്പോ എന്നെ കൈ പിടിച്ച് വലിക്കും, ചിലപ്പോ എന്നെ കാല് പിടിച്ച് വലിക്കും, ചിലപ്പോ എനിക്ക് ശ്വാസം വിടാനേ പറ്റില്ല. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. ഹര ഹര ശിവശങ്കര, നിന്റെ ഈ ഭയമുണ്ടല്ലോ അതെന്റെ ജീവനും കൊണ്ട് പോകും ഒരു ദിവസം. അയ്യോ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. പിന്നെ ഞാൻ എന്ത് പറയാനാ? ഇത്ര വലിയ ഡോക്ടറെ കൊണ്ടാണ് നിന്റെ ഓപ്പറേഷൻ ചെയ്യിപ്പിച്ചത്. നിന്റെ കിഡ്നി മാറ്റിവെച്ചു. നിന്റെ ഓപ്പറേഷന് ശേഷവും നീ എന്നെ ഇത്ര കണ്ട് വിഷമിപ്പിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഞാൻ നിന്റെ തലച്ചോറ് കൂടി മാറ്റിവെക്കുമായിരുന്നു. ഓ, നീ എന്റെ ജീവൻ തന്നെ നരവാക്കും. നോക്കിക്കോ. പക്ഷെ ഞാൻ ഒരു പക്ഷേയുമില്ല. നാളെ നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അതോടെ നിന്റെ എല്ലാ ഈ പ്രശ്നം ആലോചിക്കും. വരൂ. ഇരിക്കൂ. നോക്കൂ, ഇവരെ ഡോക്ടർ കൃപാൽ സ്വയം ഓപ്പറേറ്റ് ചെയ്തതാണ്. അതും വളരെ നന്നായി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ എന്ത് പറയാനാ ഡോക്ടർ സാറേ, ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവള് വീട്ടിലെത്തിയ ശേഷം ഒരു രാത്രി പോലും ഇവള് നിലവിളിക്കായിരുന്നിട്ടില്ല. നോക്കൂ, വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു ഇവരുടേത്. ചിലപ്പോ ഇത്ര വലിയ ഓപ്പറേഷന് ശേഷം ആ ഓപ്പറേഷന് ഷോക്ക് പേഷ്യന്റിന്റെ ബുദ്ധിയെ ബാധിക്കുന്നു. പേഷ്യന്റ് എത്രയധികം അതിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അത്ര കണ്ട് ആ ഷോക്ക് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവർക്കും ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ യാതൊരു സൂക്കേടുമില്ല. മനസ്സിലായോ? ഞാൻ ഇവരെ ചെക്കപ്പ് ചെയ്തു, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാ. ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഹര ഹര ശിവശങ്കര, ഹര ഹര ശിവശങ്കര. കിഡ്നിക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ സാറേ? ഇല്ല, കിഡ്നിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാണ്? അല്ല, ഞാൻ കരുതി ഡോക്ടർ കൃപാലിനെ ഒന്ന് കണ്ട് ഒരു ചെക്കപ്പ് നടത്തിയ മനസ്സിനൊരു സമാധാനമാകുമല്ലോ എന്ന്. നോക്കൂ, ഡോക്ടർ കൃപാലിനെ കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ, യാതൊരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു മരുന്ന് എഴുതി തരാം. ആ മരുന്ന് കൊടുക്കണം. ഇവരുടെ ടെൻഷൻ എല്ലാം പോകും. ടെൻഷൻ പോയാൽ ഇവർക്ക് നല്ല ഉറക്കം വരും. ഉറക്കം നന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം മാറും. ഓക്കെ? നോക്കൂ, ഞാനൊരു മരുന്ന് കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ മരുന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ത്രൈസ് എ ഡേ 3 ദിവസം കഴിക്കണം. ഹര ഹര ശിവശങ്കര, ഹര ഹര ശിവശങ്കര. വരട്ടെ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ എല്ലാം കേട്ടല്ലോ. വരൂ. ഡോക്ടർ. എവറിത്തിങ് ഇസ് റെഡി? യെസ് ഡോക്ടർ, എവറിത്തിങ് ഇസ് റെഡി. എല്ലാം നമ്മുടെ ആളുകളല്ലേ? ഈ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ, ഈ ഓപ്പറേഷന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് നന്നായി അറിയാം. All right. I am also ready. Come. ഡോക്ടർ ഗൗതം, ഡോക്ടർ ഗൗതം, ഡോക്ടർ ഗൗതം. യെസ് സിസ്റ്റർ. ഡോക്ടർ, ഡോക്ടർ കൃപാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിളിക്കുന്നു. എന്നെയോ? യെസ് യെസ് ഡോക്ടർ, ഇറ്റ്സ് അർജന്റ്. ഓക്കെ, താങ്ക് യു.
സർ, ഗൗതം, നിങ്ങൾ ഇവിടെ? സർ, അങ്ങല്ലേ സിസ്റ്റർ അയച്ചത് എന്നെ വിളിക്കാൻ? ഞാനോ? ആ, തീർച്ചയായും ഇത് ആർക്കോ തെറ്റുപറ്റിപ്പോയതായിരിക്കാം. ഇതൊരു സാധാരണ ഓപ്പറേഷനാണ്, അപ്പൻഡിക്സിന്റെ. അപ്പൻഡിക്സ്? സർ, അങ്ങ് ഈ ഹോസ്പിറ്റലിലെ സീനിയർ മോസ്റ്റ് സർജനാണ്. അങ്ങ് ഇത്ര ചെറിയ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഡോക്ടർ? സർ, സർ പ്ലീസ്, ഈ ഓപ്പറേഷൻ ഞാൻ ചെയ്തുകൊള്ളാം. സർ പ്ലീസ്. സർ, സർ പ്ലീസ് എന്നെ ഇതിനെ അനുവദിക്കണം. പ്ലീസ്. ഓക്കെ. താങ്ക് യു സർ. വെരി ഗുഡ് ഡോക്ടർ ഗൗതം. താങ്കളെ പറ്റി ഞാൻ കേട്ടതെല്ലാം ശരിക്കും സത്യമാണ്. യു ആർ എ ഗുഡ് സർജൻ. താങ്ക് യു സർ. സർ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എക്സ്ക്യൂസ് മീ. ഓക്കെ. സിസ്റ്റർ ലില്ലി, യെസ് ഡോക്ടർ. ഏത് നഴ്സാണ് ഡോക്ടർ ഗൗതമിനെ ഇങ്ങോട്ട് അയച്ചത്? അറിയില്ല ഡോക്ടർ, പക്ഷെ വേഗം അത് കണ്ടുപിടിക്കണം. പ്രശ്നം ഗുരുതരമാണ്. ഇന്ന് നമുക്ക് എത്ര നഷ്ടമുണ്ടായെന്ന് അറിയാമോ? കണ്ടുപിടിക്കുക ഭ്രാന്തി നേഴ്സായ. യെസ് ഡോക്ടർ. ആ, നീ വന്നാ മോനെ? അതെ അമ്മേ. എന്തു പറ്റി മോനെ? വല്ലാതെ ക്ഷീണിച്ച പോലെ ഇരിക്കുന്നല്ലോ. പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്മേ. അതെന്താന്ന് വെച്ചാ ഹോസ്പിറ്റലിൽ അർജന്റായി ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ആ, അതുകൊണ്ടുള്ള ക്ഷീണ. ആ. നീ ഇരിക്കും മോനെ, ഞാൻ ആഹാരം എടുത്തു വെക്കാം കേട്ടോ. വേണ്ടമ്മേ, ഞാനൊന്നും കഴിക്കുന്നില്ല. എനിക്ക് വിശമില്ല, അമ്മ കഴിച്ചോളൂ. എടാ, ഇത് എന്തോ പറ്റി? ഭക്ഷണം കഴിച്ചില്ലേ ആരോഗ്യം മോശമാവേ. ഓ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, നീ വേഗം തയ്യാറായി വാ. വാ വാ. ഉം. ഉം. പ്രീതി, കൊള്ളാം. ഇപ്പൊ ഞാൻ തൊടുമ്പോ ഞെട്ടി മാറുന്നു. ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ തൊടാൻ കൊതിച്ചിരുന്നത്. ഹും. ഓ, അതൊന്നും അല്ല പ്രീതി. പിന്നെന്താ കാര്യം? നോക്കൂ പ്രീതി, എന്തോ വല്ലാത്തൊരു തോന്നൽ. എന്ത് തോന്നൽ? എനിക്കറിയില്ല എങ്ങനെ ഇത് വിവരിക്കണമെന്ന്. അതെന്റെ ഒരു തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ?
ആ സുന്ദരമായ കൈകൾ, പിന്നെ ആ മൃദുലമായ കാലടികൾ. ഏയ്, ഏതോ ഒരു പെണ്ണിന്റെ കാര്യമാണല്ലോ. ഏതാണവൾ? ആരാ അവള്? കം ഓൺ പ്രീതി, എപ്പോഴെങ്കിലും സീരിയസ് ആകെ. ഞാൻ ഹോസ്പിറ്റലിലെ കാര്യം പറയുന്നത്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അതെ, 2 ദിവസമേ ആയുള്ളൂ. പക്ഷെ എനിക്ക് ആദ്യ ദിവസം തന്നെ എന്തോ ഒരു പ്രത്യേകത തോന്നി. പ്രത്യേകതയോ? എന്ത് പ്രത്യേകത? നിന്നോട് എങ്ങനെയത് പറയും? അറിയാമോ പ്രീതി, അന്ന് ഞാൻ ആദ്യമായി ഓപ്പറേഷൻ തിയേറ്ററിൽ പോയപ്പോ അപ്പോ എനിക്ക് ആരോ എന്റെ കാലിൽ പിടിക്കുന്നു എന്ന്. എന്താ? ഞാൻ തമാശ പറയല്ല. അതിനുശേഷം ഞാൻ കണ്ടു ഓപ്പറേഷൻ തിയേറ്ററിൽ ആരോ കിടക്കുന്നതായിട്ട്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാൻ തുടങ്ങുമ്പോ എനിക്ക് തോന്നി വീണ്ടും ആരോ എന്നെ പെട്ടെന്ന് പിറകോട്ട് പിടിച്ച് വലിച്ചെന്ന്. അറിയില്ല എന്താണ് ഇങ്ങനെ വീണ്ടും വീണ്ടും എനിക്ക് തോന്നുന്നതെന്ന്. അവിടെ പ്രീതി ആരോ ഉണ്ട്, പിന്നെ എല്ലാം നിമിഷ നേരത്തേക്ക് മാത്രം. ഗൗതം, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് കേസ് ആണല്ലോ. എക്സ്ക്യൂസ് മീ, ഈ വാർത്ത നീ നിന്റെ പത്രത്തിൽ അച്ചടിക്കരുത്. നോക്ക് പ്രീതി, ഞാൻ പറയുന്നത് മനസ്സിലാക്കി. എനിക്ക് തന്നെ അറിയില്ല ഇതെന്റെ തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന്. അറിയാതെ എന്തെങ്കിലും പത്രത്തിൽ എഴുതിയാൽ വെറുതെ ഹോസ്പിറ്റലിലെ പേര് നാശമായി പോകും. ഗൗതം, ആർ യു സീരിയസ്? ഐ ഡോണ്ട് നോ. പക്ഷേ ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. അതായത് ഇതിന്റെ അർത്ഥം ആ ഹോസ്പിറ്റലിൽ എന്തോ ചിലത് നടക്കുന്നു. ശരി, ഞാൻ നിന്റെ കൂടെ വരാം. വേണ്ട പ്രീതി, ഞാൻ സ്വയം അന്വേഷിക്കാൻ കാര്യം എന്താണെന്ന്. മോനെ ഗൗതം, നീ തയ്യാറായില്ലയോ? ആഹാ, നീ ഇവിടെ തന്നെ ഇരിക്കുവാണോ? നമസ്തേ ആന്റി. ആഹാ, പ്രീതി മോളോ, നീ വന്ന നന്നായി. ഇനി നീ തന്നെ അവന് ഭക്ഷണം കൊടുക്ക്. ഞാൻ പറഞ്ഞപ്പോ അവന് വിശപ്പില്ലെന്ന് പറയുന്നു. നിങ്ങൾ വേഗം വരണേ, ഞാൻ ചൂട് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നേ. അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാന്നേ. ആവല്ലേ മോളെ, പക്ഷെ ഇപ്പോഴല്ല, കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ നീ എന്താ കരുതിയേ? നീ ഈ വീട്ടിലോട്ട് വന്നാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുവോ? ഒരിക്കലും. വാ, നടക്ക. വാ. ഹലോ, ഹോസ്പിറ്റലിൽ നിന്നാണ്. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എമർജൻസി ഓപ്പറേഷൻ ചെയ്യണം. താങ്കൾ ഉടനെ തന്നെ വരണം. ഞാൻ ഉടനെ വന്നേക്കാം. എന്തുണ്ടായി ഡോക്ടർ ഗൗതം? താങ്കൾ ഇവിടെ ഈ സമയത്ത്? സിസ്റ്റർ, ആരോ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഒരു സീരിയസ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, ഉടനെ ഓപ്പറേഷൻ വേണമെന്നും. എന്തായി പറയുന്നത്? ഇവിടെ നിന്നും ആരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കേസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുമില്ല. അതെ ഡോക്ടർ ഗൗതം. അപ്പൊ ആരായിരിക്കും എനിക്ക് ഫോൺ ചെയ്തത്? ഞാനാണ് ഫോൺ ചെയ്തത്. നിങ്ങൾ എനിക്കൊപ്പം വരൂ. വരൂ എന്റെ കൂടെ.
ഒന്ന് വന്നേ. ആ. ആരാണകത്ത്? എന്താ മിണ്ടാത്ത? ആരാ ചോദിച്ചോ കേട്ടില്ലേ? വേണ്ട ഡോക്ടർ, നിങ്ങൾ പുറത്തു പോകരുത്. ആരാണ് നിങ്ങൾ? ഞാൻ ശാലിനി വർമ്മയാണ്. ഡോക്ടർ കൃപാലിന്റെ പേഷ്യന്റ് ആയിരുന്നു ഞാൻ. ശാലിനി പറഞ്ഞു. അതെ ഡോക്ടർ സാർ, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ സെപ്റ്റംബർ 25-ന് എന്റെ ഓപ്പറേഷൻ നടന്നു. നിങ്ങളുടെ ഓപ്പറേഷൻ? അതെ, അതൊരു വെറും സിസ്റ്റിനുള്ള ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷേ റെഡി ഡോക്ടർ. ഡോക്ടർ, അനസ്തേഷ്യ പ്ലീസ്. ഇതെന്താണ് ഡോക്ടർ? എനിക്കെന്തിനാണ് ജനറൽ അനസ്തേഷ്യ? ഇത് വെറും സിസ്റ്റ് ഓപ്പറേഷൻ അല്ലേ? എനിക്ക് ലോക്കൽ അനസ്തേഷ്യ തന്നാ മതിയല്ലോ. ഞാനോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു സാധാരണ സിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ ജനറൽ അനസ്തേഷ്യ തരുന്ന എന്തിനാ? ലോക്കൽ അനസ്തേഷ്യ ധാരാളം മതിയല്ലോ. എനിക്ക് മരുന്നുകളെ പറ്റി കുറച്ച് അറിയാം. മിണ്ടരുത്. ഡോക്ടർ പറഞ്ഞില്ലേ എന്താണ് വേണ്ടതെന്ന് അറിയാമെന്ന്. എങ്കിൽ എനിക്ക് ഈ ഓപ്പറേഷന്റെ ആവശ്യമില്ല. നീ എല്ലാം തീരുമാനിക്കുന്നത് വേണ്ടത് നടക്കും. വേണ്ട, ഓപ്പറേഷൻ തീർച്ചയായും നടക്കും. എനിക്ക് ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുത്തു നോക്കാം. ഞാൻ എന്താ ആഗ്രഹിച്ചോ അത് തന്നെ നടക്കും. വേഗം. പിടിച്ചു വേഗം. അങ്ങനെ ആ സിസ്റ്റിന്റെ ഓപ്പറേഷൻ എന്റെ മരണ കാരണമായി തീർന്നു. ഓപ്പറേഷൻ എന്നും പറഞ്ഞ് എന്റെ കിഡ്നി എടുത്തു മാറ്റി എന്നെ എന്നേക്കുമായി മരണത്തിന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുത്തു. അതെ ഡോക്ടർ, ഇപ്പോൾ ഈ ശരീരം ശരീരമല്ല, മറിച്ചൊരു ആത്മാവാണ്. ഈ ആത്മാവ് നീതിക്കായി ദാഹിക്കുകയാണ്. നീതി എനിക്ക് വേണ്ടിയും നീതി മറ്റുള്ളവർക്ക് വേണ്ടിയും, ഈ ഹോസ്പിറ്റലിൽ ഇനിയും രക്തസാക്ഷികളാകാൻ പോകുന്നവർക്ക് വേണ്ടി. അവർ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ആരോഗ്യം മോഹിച്ചുകൊണ്ടാണ്. പക്ഷെ അവരെ മരണത്തിന്റെ ഇരുളിലേക്ക് വലിച്ചെറിയുന്നു. എന്നേക്കുമായി എന്നെ പോലെ കൊല ചെയ്യപ്പെടുന്നു. താങ്കൾ നീതിക്കുള്ള യുദ്ധത്തിൽ എന്നെ സഹായിക്കണം. ഞാൻ താങ്കളോടൊത്തുണ്ടാകും. എന്നോടൊപ്പം നിങ്ങളുണ്ടാകും. ഉവ്വ് ഡോക്ടർ സാർ, ഞാൻ താങ്കളെ സഹായിക്കും. താങ്കളെ ഞാനാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇന്നലെ വിളിപ്പിച്ചത്. താങ്കൾ ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ മാറ്റപ്പെടുമായിരുന്നു. അവളെയും എന്നെ പോലെ ബലി കഴിക്കുമായിരുന്നു. ഡോക്ടർ ഗൗതം, ഡോക്ടർ കൃപാൽ ഒരു ഡോക്ടർ അല്ല, കാപാലികനാണ്. അയാൾ മനുഷ്യ അവയവങ്ങളുടെ വ്യാപാരിയാണ്.
അയാൾ ദേവദൂതനല്ല, മരണത്തിന്റെ കൈയാളാണ്. ശാലിനി, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യമാണ് പറയുന്നത് ഡോക്ടർ സാർ. ഇന്നലെ താങ്കളുടെ അടുത്തൊരു സ്ത്രീ വന്നിരുന്നു, കലാവതി. അവരുടെ ഭർത്താവുമൊത്ത്. ആ സ്ത്രീക്കാണ് എന്റെ കിഡ്നി വെച്ചു കൊടുത്തത്. അവരുടെ ഭർത്താവ് ഡോക്ടർ കൃപാലിന് 15 ലക്ഷം രൂപ കൊടുത്താണ് കിഡ്നി വാങ്ങിയത്. ഡോക്ടർ കൃപാൽ ഡോക്ടറല്ല, ഘാതകനാണ്. ശാലിനി, ഡോക്ടർ ഗൗതം, താങ്കൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഞാൻ അതെ ഡോക്ടർ ഗൗതം, താങ്കൾ. ഞാൻ ഞാൻ വെറുതെ വന്ന ഇതിലേ പോവുകയായിരുന്നു. അപ്പോ ഇവിടെ എന്തെങ്കിലും വിശേഷിച്ച്? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ല. താങ്കൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഐ വിൽ ഹെൽപ്പ് യു. ഇല്ല സിസ്റ്റർ, ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ പോവുക. ബൈ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് സിസ്റ്റർ ലില്ലി? യെസ് ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ അതിശയിച്ചതുപോലെ തന്നെ ഞാനും അതിശയിച്ചു പോയി. ഇന്നലെ രാത്രി ഡോക്ടർ ഗൗതമിനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒറ്റയ്ക്ക് കണ്ടു. അപ്പോൾ അയാൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് അയാൾ ശരിയായ മറുപടിയും പറഞ്ഞില്ല. ഡോക്ടർ ഗൗതം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് ചെയ്യുകയായിരുന്നു അപ്പോൾ? ദാറ്റ്സ് ഇറ്റ്. ഈ ചോദ്യത്തിനുള്ളിൽ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. എന്ത് ചോദ്യം? ഇത് തന്നെ. ഇന്നലെ രാത്രി ഓപ്പറേഷൻ നടന്നപ്പോൾ ഡോക്ടർ ഗൗതമിനെ ഏത് നേഴ്സാണ് ഇൻഫോം ചെയ്തത്? ഞാൻ നമ്മുടെ സ്റ്റാഫിനിടയിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു സിസ്റ്ററും അയാളെ ഇൻഫോം ചെയ്തിട്ടില്ല. പ്രശ്നം വളരെ ഗുരുതരമാണ് സിസ്റ്റർ ലില്ലി. സീരിയസ് അല്ല ഡോക്ടർ, ഡേഞ്ചറസ് ആണ്. അപായകരം. പ്രശ്നമോ ഡോക്ടർ ഗൗതമോ? ഓഫ് കോഴ്സ് ഡോക്ടർ ഗൗതം. ക്രേസി ഗൗതം, പറഞ്ഞു വരുന്നത് ഇതാണല്ലേ? ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാവനയല്ല, മറിച്ച് യാഥാർത്ഥ്യമാണെന്ന്. അത് ഭാവനയായിരുന്നെങ്കിൽ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി യാഥാർത്ഥ്യമാണ്. നീ ആ നിർഭാഗ്യവതിയായ സ്ത്രീയെ കുറിച്ച് ചിന്തിക്കൂ. ഓപ്പറേഷന്റെ പേരിൽ അവൾ കൊല്ലപ്പെട്ടു. ശാലിനി വർമ്മയെ ഓർത്ത് എനിക്ക് ദുഃഖം തോന്നുന്നു. ശാലിനി വർമ്മ? ഈ ശാലിനി വർമ്മ ആരാണ്? ശാലിനി വർമ്മയാണ് ആ നിർഭാഗ്യവതിയായ യുവതി. സെപ്റ്റംബർ 25-ന് അവയവ കച്ചവടക്കാർക്ക് ഇരയായി തീർന്ന നിർഭാഗ്യവതി. ഗൗതം, ആ യുവതിയുടെ നേരെ ഉണ്ടായതെല്ലാം പുറത്ത് അറിഞ്ഞിരിക്കാൻ ഇടയില്ല. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവൾ മരിച്ചു എന്ന് ആളുകളെ വിശ്വസിപ്പിച്ചിരിക്കും. പക്ഷെ അവളെ ബോധപൂർവം കൊലപ്പെടുത്തിയതാണെന്ന് എങ്ങനെ തെളിയിക്കും? പ്രീതി, അത് ശാലിനി വർമ്മ സ്വയം എന്നോട് പറഞ്ഞതാണ്. എന്ത്? വേറെ ആര് പറയാനാ? ശാലിനി വർമ്മ ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞെന്നോ? ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞില്ലേ?
അവർ നിങ്ങളോട് ഇത് പറഞ്ഞെന്നോ? നോക്കൂ, ഞാൻ നേരാണ് പറഞ്ഞത്. ഇക്കാര്യം ശാലിനി വർമ്മ സ്വയം എന്നോട് പറഞ്ഞതാ. ഗൗതം, നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് കേട്ടപ്പോൾ തോന്നി ഇത് ആളുകൾക്കൊരു ഭയങ്കര ന്യൂസ് ആകുമെന്ന്. പക്ഷെ ആ സ്ത്രീ മരിച്ചതിനു ശേഷം തന്റെ മരണത്തെക്കുറിച്ച് പറയാൻ വന്നെന്നോ? ഇത് സ്വബോധമുള്ള ആളുകളൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. ആ, ഏതെങ്കിലും ബുദ്ധിയുറക്കാത്ത കുട്ടികളോ ഭ്രാന്തന്മാരോ അത് വിശ്വസിച്ചേക്കും. നോക്ക്, ഇതാരെല്ലാം വിശ്വസിക്കും, ആര് വിശ്വസിക്കില്ല എന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. പറയുന്ന കേക്ക്, അറ്റ്ലീസ്റ്റ് നീയെങ്കിലും എന്റെ വാക്കുകൾ വിശ്വസിക്കും. ഗൗതം, എനിക്കിപ്പോൾ തോന്നുന്നു നിങ്ങൾ ഡോക്ടറല്ല, ഒരു മാനസിക രോഗിയാണെന്ന്. അതിന് നിങ്ങളെ ചികിത്സിക്കേണ്ടിയും വരും. എന്ത് ചികിത്സയാണ് എനിക്ക് വേണ്ടത്? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? നന്നായി നിങ്ങൾ പറഞ്ഞത് ഞാൻ പത്രത്തിൽ കൊടുത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കഥയുണ്ടല്ലോ, അത് അച്ചടിച്ചു വന്നാൽ അവർ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേനെ. അല്ല, ഞാൻ പറയുന്നത് എന്താച്ചാൽ, നിങ്ങൾ തമാശ പറയുന്നതൊക്കെ കൊള്ളാം, എന്നാൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഗൗതം, ആളുകൾ നോക്കി ചിരിക്കും. ചിരിച്ചോട്ടെ, ഞാനത് വില വെക്കുന്നില്ല. പ്ലീസ് പ്ലീസ്, നീയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഗൗതം, പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത്. ഓ, ഞാൻ നിങ്ങളെ വിശ്വസിക്കായികയല്ല. എന്താണ്? ഡോക്ടർ പറഞ്ഞതെല്ലാം സത്യമാണ്. ഗൗതം, ഇത് ആരുടെ ശബ്ദമാണ്? ഇതെന്റെ ശബ്ദമാണ്. ഗൗതം, നിങ്ങൾ എന്നെ കളിപ്പിക്കുകയാണോ? കളിയല്ല, ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ ആരാണ്? എന്റെ പേര് ശാലിനി വർമ്മ. ശാലിനി വർമ്മ? ഭയപ്പെടേണ്ട, നിനക്കെന്നെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എനിക്ക് നിന്റെ മുമ്പിൽ വരേണ്ടി വന്നു, കാരണം നീ ഡോക്ടർ ഗൗതമിന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. എന്നെ നേരിൽ കണ്ട നിനക്ക് ഈ ലോകത്തിന്റെ മുന്നിൽ ചുരുങ്ങിയത് എന്റെ ദുഃഖകരമായ കഥ അവതരിപ്പിക്കാനാകും. എന്റെ വരവ് ഒരു തോന്നലാകാം, പക്ഷേ അതിനോടൊപ്പം തന്നെ ചില ദുഃഖ സത്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ആ സത്യങ്ങൾ അവ അറിഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ഹൃദയം തകരുമായിരിക്കും. ഇന്ന് ഡോക്ടർ രക്ഷപ്പെടുത്തിയ രോഗി, അവർ മരിച്ചിരുന്നെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ അനാഥരാകുമായിരുന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ, അത് അവസാനിച്ചില്ലെങ്കിൽ മനുഷ്യാവയവങ്ങളുടെ ഈ ബിസിനസ് എത്ര പേരുടെ ജീവൻ അപഹരിക്കുമായിരുന്നു, എത്ര കുടുംബങ്ങൾ അനാഥമായി തീരുമായിരുന്നു. ഇല്ല, നിങ്ങളുടെ വരവോടെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി. മരണത്തിന്റെ അന്ധകാരത്തിൽ സത്യത്തെ മറയ്ക്കാനാകില്ലെന്ന്. ഞാൻ ഡോക്ടർ കൃപാലിന്റെ നിഷ്ഠൂര പ്രവൃത്തികൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. തീർച്ചയായും കാട്ടും. ഗൗതം, ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇതുവരെ ആ ഹോസ്പിറ്റലിൽ എത്ര ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെന്ന് 2 കൊല്ലത്തെ മുഴുവൻ ഇൻഫർമേഷനും എനിക്ക് തരണം. ഇതുവരെ എത്ര പേർ മരിച്ചു, എത്ര പേർ ജീവനോടെയുണ്ട്? ഗൗതം, പ്ലീസ് ഡു ഇറ്റ് ഫോർ മീ. ഞാൻ ആ ഡോക്ടർ കൃപാലിനെ വെറുതെ വിടില്ല.
ഞാനൊരു സത്യം പറയുന്നു ഡോക്ടർ കൃപാൽ. എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴത് ഉറപ്പായി. ഡോക്ടർ ഗൗതം CIDയിൽ നിന്നും അയച്ച ആളാണെന്ന്. അയാൾ എല്ലാ ഫയലും എടുത്തു, പേഷ്യൻസിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ അടക്കം. ചിലതെല്ലാം നോട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. ചിലപ്പോൾ പേഷ്യൻസിന്റെ അഡ്രസ് ആയിരിക്കും. സംഗതി വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഡോക്ടർ ഗൗതം നമ്മളെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിരിക്കും. ഇനി അയാൾ നമ്മെ കുടുക്കിലകപ്പെടുത്തും മുമ്പ് അയാളുടെ എല്ലാ കണക്കുകളും നാം തീർക്കേണ്ടിയിരിക്കും. സിസ്റ്റർ ലിലി, ഡോക്ടർ ഗൗതമിനെ ശരിക്കും ശ്രദ്ധിക്കണം. അയാളെ പിന്തുടരണം. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ പ്രവർത്തനം നിർത്തിവെക്കണം. പക്ഷേ ഡോക്ടർ കൃപാൽ, നമ്മൾ അഡ്വാൻസ് വാങ്ങിയ കേസുകൾ എന്താണ് ചെയ്യുക? അവർ കാത്തിരിക്കേണ്ടി വരും. അതിനവർ തയ്യാറല്ലെങ്കിൽ അവരുടെ പണം തിരികെ കൊടുക്കും. പക്ഷെ അത് വലിയ നഷ്ടമുണ്ടാക്കും ഡോക്ടർ കൃപാൽ. ഡോക്ടർ ഗൗതം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് സമാധാനത്തോടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ ഗൗതം, ഞാനൊരാപത്തിന്റെ മുന്നറിയിപ്പ് നൽകുവാൻ വന്നതാണ്. എന്താപത്ത്? ഡോക്ടർ കൃപാലിന് താങ്കളെ കുറിച്ച് എല്ലാ കാര്യവും മനസ്സിലായി. ഇപ്പോൾ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ഡോക്ടർ ഗൗതം. ഡോക്ടർ കൃപാൽ ഒരു ഡോക്ടർ അല്ല, ഒരു ചെകുത്താനാണ്, ചെകുത്താൻ. അയാൾ തന്നെ രക്ഷിക്കുവാനായി ആരെ വേണമെങ്കിലും കൊന്നുകളയും. നോക്കൂ കാമിനി, എനിക്ക് എന്റെ ജീവനിൽ ഒട്ടും കൊതിയില്ല. അതുകൊണ്ട് തന്നെ കൃപാലിനെ പോലുള്ളവരെ ഭയവുമില്ല. എനിക്ക് നന്നായി അറിയാം നാം തുടങ്ങി വെച്ച യുദ്ധത്തിൽ അപകടങ്ങൾ ധാരാളമുണ്ടെന്ന്. അതല്ല മോഡൽ. നോക്കൂ ശാലിനി, നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അവയുടെ ബലത്തിൽ ഡോക്ടർ കൃപാലിനെ കുറ്റവാളി എന്ന് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ ആ ഫയലുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മതിയായ തെളിവുകളല്ല. പക്ഷേ ആരാണോ അക്രമത്തിനിരയായവർ, ഞാൻ അവരെ എങ്ങനെ കണ്ടെത്തും? അവരെ എവിടെയും ഹാജരാക്കാനാവില്ല. കാരണം അവരൊന്നും ഇത് ജീവനോടെ ഇല്ല. ബട്ട് ഐ എം സോറി ടു സേ, ശരിയായ തെളിവുകളൊന്നുമില്ലാതെ കൃപാൽ കുറ്റവാളിയാണെന്ന് തെളിയിക്കാനാവില്ല. അല്ല ഡോക്ടർ ഗൗതം, അല്ല. ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഞാനാണ്. ഈ യുദ്ധത്തിൽ സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ താങ്കൾ എന്നെ സഹായിക്കാൻ ഒരുങ്ങി. ഡോക്ടർ ഗൗതം, താങ്കൾക്ക് ചെയ്യുവാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തു കൊള്ളാം. നിങ്ങൾ എന്ത് ചെയ്യും? ഡോക്ടർ കൃപാലിനെതിരെ ഞാൻ എല്ലാ തെളിവുകളും ശേഖരിക്കും. ജീവിക്കുന്ന തെളിവ്. ആ തെളിവ് ഡോക്ടർ കൃപാലിനെ രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം അടയ്ക്കും. ഇനി നിങ്ങൾ നോക്കിക്കൊള്ളൂ ഡോക്ടർ ഗൗതം, എനിക്ക് എന്ത് ചെയ്യാനാകും.
ശാലിനി വർമ്മ. എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. എന്റെ കിഡ്നിയാണ് നിനക്ക് വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. നിന്റെ ഭർത്താവ് 15 ലക്ഷം രൂപ കൊടുത്ത കിഡ്നി വാങ്ങിച്ചു നിനക്ക് വേണ്ടി. നിനക്ക് ജീവിതം തന്നു, എനിക്ക് മരണവും. ഇല്ല, ഇത് സത്യമല്ല, ഇത് നുണയാണ്. നീ നുണ പറയുകയാണ്. ഞാനിതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. അത് സത്യമല്ലേ? ഇല്ല, 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 സത്യമാണ്. പക്ഷേ നിങ്ങളുടെ കിഡ്നി എനിക്ക് വെച്ചുപിടിപ്പിച്ചതിൽ എന്റെ തെറ്റെന്താണ്? തെറ്റ് നിന്റേതല്ല, തെറ്റ് ഡോക്ടറുടേതാണ്. അയാൾ എന്നെ കൊന്ന് എന്റെ കിഡ്നി എടുത്തു. തെറ്റ് നിന്റെ ഭർത്താവിന്റെയാണ്. അയാൾ നിയമവിരുദ്ധമായി തന്നെ 15 ലക്ഷം രൂപ കൊടുത്ത് എന്റെ കിഡ്നി വാങ്ങിച്ചു. എങ്കിൽ നീ അവരെ പോയി പിടിക്കേ. എന്നെ വിടൂ, ദയവായി എന്നെ വിടൂ. അയ്യോ, ഓടി വരണേ, ഓടി വരണേ, അയ്യോ ഒന്ന് ഓടി വരണേ. എന്തു പറ്റി കലാവതി? എന്തു പറ്റി നിനക്ക്? എന്താണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത്? എന്റെ കലാവതി, നിന്റെ കരച്ചിൽ കേട്ട് എനിക്ക് ജീവിക്കാൻ വയ്യാതായി. അതല്ല, ആരും എന്റെ കഴുത്തിന് പിടിച്ചു. എന്താ ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? വല്ല പേടി സ്വപ്നം കണ്ടോ? ഇല്ല, സ്വപ്നം കണ്ടതല്ല. അവള് വന്നെന്നോ? ഏതവൾ? അവള് തന്നെ. അവളെ കൊന്നാണ് ഡോക്ടർ കൃപാൽ എനിക്ക് കിഡ്നി തന്നത്. അവൾ വന്നിരുന്നു. ഓ എന്റെ കലാവതി, നീ ഭ്രാന്ത് പിടിച്ച സ്വപ്നം കാണുന്ന നിർത്ത്. ഇത് സ്വപ്നമല്ല, ഇത് സത്യമാണ്. ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടത്. ഇത് സത്യമാണ്, എന്നെ വിശ്വസിക്കൂ. ഓ എന്റെ ദൈവമേ, ഇതെന്തായി പറയുന്നത്? എന്തായി പറയുന്നത്? എവിടെയാന്ന് പറ. ഇവിടെ വന്നിരുന്നു, എന്റെ മുന്നിൽ, എന്റെ മുന്നിൽ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് അവളെ. ഞാൻ എന്റെ ഹര ശിവനെ, അയ്യോ 15 ലക്ഷം രൂപ ചെലവാക്കി ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചല്ലേ. ഇനി എന്നെ ഇങ്ങനെ ശല്യം ചെയ്താ ഞാൻ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാ. അല്ല 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 അല്ല, ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്ത് പറ്റി നിനക്ക്? പറ, നിനക്ക് എന്താ പറ്റിയത്? അയ്യോ ഇപ്പോൾ എന്തുണ്ടായി കലാവതി? ഓ ശല്യമായി, ശല്യം. നിന്റെ ഈ വേദന നിന്റെ അല്ല, എന്റെ ജീവനാ കൊണ്ടുപോവാ. എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകൂ. വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകൂ എന്നെ. കൊണ്ടുപോകാം. നോക്കൂ, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി എക്സ്റേയും എടുത്തു. ഒരു പ്രോബ്ലവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, യാതൊന്നും പേടിക്കണ്ട. പക്ഷെ ഡോക്ടർ സാർ, എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. ആ സ്ത്രീ എന്നെ ഉറങ്ങാൻ തന്നെ സമ്മതിക്കുന്നില്ല. ഇവർക്ക് എന്ത് പറ്റി? എന്താണ് ഇവർ പറയുന്നത്? ഏത് സ്ത്രീയുടെ കാര്യമാ പറഞ്ഞത്? എന്റെ ഡോക്ടറെ, ഇവിടെ പല വിഡിത്തവും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വിഡിത്തമൊന്നുമല്ല ഡോക്ടർ സാർ. ആ സ്ത്രീ ശരിക്കും എന്റെ അടുത്ത് വന്നിരുന്നു. എന്താണ് ഇവർ പറയുന്നത്? ഏത് സ്ത്രീയുടെ കാര്യമാണ്? അവൾ തന്നെ ഡോക്ടർ സാർ. അവളുടെ കിഡ്നിയല്ലേ താങ്കൾ എനിക്ക് വേണ്ടി വെച്ചത്? സാർ, ഇവരെ കൊണ്ടുപോകണം. ഇവർക്ക് ഒരു കുഴപ്പവുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഓപ്പറേഷന് ശേഷം കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊന്നും സാരമാക്കേണ്ട പ്രശ്നങ്ങളല്ല. പക്ഷെ അതല്ല ഡോക്ടറെ. ഡോക്ടർ ഗൗതമിന്റെ മരുന്ന് കഴിച്ച മുതൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ വീണ്ടും തുടങ്ങി. ഹര ശിവശങ്കര, ഇന്നെന്തോ ഷോക്ക് തട്ടിയ പോലെ ഉണ്ട് ഇവക്ക്. ഇല്ല ഡോക്ടർ സാർ, എനിക്ക് ഒരു ഷോക്കും ഉണ്ടായിട്ടില്ല. ആ പെണ്ണ് ശരിക്കും എന്റെ അടുത്ത് വന്നിരുന്നു. ആരാണ് നിങ്ങളുടെ അടുത്ത് വന്നത്? പറയൂ. അത് ഡോക്ടർ, ആ പെണ്ണ് തന്നെയായിരുന്നു. അവളുടെ കിഡ്നിയല്ലേ താങ്കൾ എനിക്ക് പിടിപ്പിച്ചത്? ശാലിനി വർമ്മ എന്നാണ് അവളുടെ പേര്. അതെ ഡോക്ടർ, ശാലിനി വർമ്മ. നല്ല വെളുത്ത നിറമാണ് അവൾക്ക്. ഒരു 20-25 വയസ്സ് തോന്നും. നീണ്ട കറുത്ത തലമുടി, പിന്നെ മുഖത്ത് ഒരു കറുത്ത പാടുമുണ്ട് അവൾക്ക്. ഡോക്ടർ കൃപാൽ, ഇതെല്ലാം അവർ താങ്കളെ അപകടപ്പെടുത്തുവാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്ലാനാണ്.
പക്ഷേ ആ സ്ത്രീ പറയുകയായിരുന്നു ശാലിനി അവരെ കാണാൻ ചെന്നെന്ന്. താങ്കൾ അതെല്ലാം വിശ്വസിക്കുകയാണോ? ഇതെന്താണ് ഡോക്ടർ കൃപാൽ? താങ്കൾ ഒരു ഡോക്ടറല്ലേ? താങ്കൾ എങ്ങനെ ഇതെല്ലാം വിശ്വസിക്കുന്നു? മരിച്ചു കഴിഞ്ഞ വ്യക്തി ആരോടെങ്കിലും സംസാരിക്കുമോ? എങ്കിൽ പിന്നെ ഇതെല്ലാം എന്താണ് സിസ്റ്റർ? ഇതെല്ലാം ഡോക്ടർ ഗൗതമിന്റെ ഒരു ഗെയിം പ്ലാൻ ആണ്. അവർ എന്നോട് പറഞ്ഞിരുന്നു ഡോക്ടർ ഗൗതം അവർക്ക് ചില മരുന്നുകൾ കൊടുത്തെന്ന്. എക്സാക്ട്ലി. എന്ന് ഡോക്ടർ ഗൗതം നമ്മളുടെ ഹോസ്പിറ്റലിൽ വന്നുവോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിൽ യാതൊരു സംശയവുമില്ല. അയാൾ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ അയാൾ തീർച്ചയായും തനിച്ചല്ല. അയാളുടെ പ്രതിശ്രുത വധു പ്രീതിയും കൂടെയുണ്ട്. പ്രീതി? അതെ, പ്രീതി. അവൾ ഒരു പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. അവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ബിസിനസ് ലോകത്തിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി അവർ ജീവിച്ചിരിക്കുന്നത് നമുക്ക് വലിയ ആപത്താണ്. നമ്മൾ രണ്ടും ചേർന്ന് എന്തെങ്കിലും ചെയ്തേ തീരൂ. അതിന്റെ അർത്ഥം ഇതാണ്, നമുക്ക് 2 ഓപ്പറേഷനുകൾ കൂടി നടത്തേണ്ടി വരും. ഓഫ് കോഴ്സ്. ഇപ്പോൾ ഈ രഹസ്യം ഡോക്ടർ കൃപാലിന് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളും പ്രീതിയും അയാൾക്കെതിരെ തന്ത്രം മെനയുകയാണെന്നും മനസ്സിലായി. ഇനി അയാളുടെ നീക്കം നിങ്ങളെ ഇല്ലാതാക്കുവാനായിരിക്കും. അതിനെതിരെ നാം ചിലത് ചെയ്യുവാനുണ്ട്. നിങ്ങളിത് എന്താണ് പറയുന്നത് ശാലിനി? അതെ, പക്ഷെ ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. ഈ വിഷമം പിടിച്ച കളി അതിന്റെ അന്ത്യം വരെ കൊണ്ടെത്തിക്കണം. എല്ലാ തെളിവുകളും സംഘടിപ്പിക്കാൻ ഞാനൊരു തന്ത്രം കണ്ടിട്ടുണ്ട്. എന്ത് തന്ത്രം ശാലിനി? അത് ഞാൻ പറയാം. പക്ഷെ അത് തുടങ്ങേണ്ടത് പ്രീതിയാണ്. പ്രീതിയോ? അതെ, പ്രീതി ഈ നാടകം തുടങ്ങി വെക്കും. അത് അതിന്റെ അന്ത്യത്തിലേക്ക് നയിക്കും. ഞാൻ. എങ്ങനെ? കേൾക്കൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ കൃപാൽ. അതാ അവിടെ. താങ്ക് യു. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. എൻ്റെ പേര് പ്രീതി എന്നാണ്. ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. ആരെയാണ് കാണേണ്ടത്? എനിക്ക് ഡോക്ടർ കൃപാലിനെ ഒന്ന് കാണണം. നിങ്ങൾ ഡോക്ടർ ഗൗതമിന്റെ? ഞാൻ ഡോക്ടർ ഗൗതമിന്റെ സുഹൃത്താണ്. ഗൗതമിനെ അറിയാമോ? ഡോക്ടർ കൃപാലുമായി പ്രത്യേകിച്ച് എന്തെങ്കിലും? ആക്ച്വലി എനിക്ക് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യണം. ഈസ് ഇറ്റ് പോസിബിൾ? ശരി, ഞാൻ അദ്ദേഹത്തെ കാണിച്ചു തരാം. താങ്ക്സ്. വരൂ. താങ്ക്സ്. എക്സ്ക്യൂസ് മീ ഡോക്ടർ, മേ കം ഇൻ? യെസ്, കം ഇൻ. നോക്ക്, ഇവർ അങ്ങേ കാണാൻ വന്നതാണ്. പ്ലീസ് കം. താങ്ക് യു. ഇവരുടെ പേര് പ്രീതി എന്നാണ്. ഇവരൊരു ജേർണലിസ്റ്റാണ്. പിന്നെ ഡോക്ടർ ഗൗതമിന്റെ സുഹൃത്താണ്. താങ്കളെ ഇന്റർവ്യൂ ചെയ്യണം അത്രേ. ഇന്റർവ്യൂ? സോറി ഡോക്ടർ, ഇവർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല. എന്നാലും ഞാൻ ഇവരെ കൊണ്ടുവന്നു. ഡോക്ടർ ഗൗതം നമുക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ. ആ, തീർച്ചയായും അതെ. വരൂ. പ്ലീസ്. താങ്ക് യു. ഇരിക്കൂ. താങ്ക് യു സർ. പറയൂ, എന്താ കഴിക്കുക? എന്തായാലും കുഴപ്പമില്ല. സിസ്റ്റർ ഐ നോ ഡോക്ടർ, ഐ വിൽ ബ്രിങ് നൗ. പ്രീതി. ആ പ്രീതി എന്ന് വിളിക്കുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. താങ്കൾക്ക് അതിന് അധികാരമുണ്ട്. ഞാൻ ഡോക്ടർ ഗൗതമിന്റെ. ഡോക്ടർ ഗൗതം വളരെ അടുപ്പമാണല്ലേ? ആ, എന്താണ് അറിയേണ്ടത്? ഗൗതം നിങ്ങളെ പറ്റി എപ്പോഴും പുകഴ്ത്താറുണ്ട്. ഡോക്ടർ ഗൗതം വളരെ നല്ലൊരു ഡോക്ടറാണ്. കുറെ ദിവസമായി നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു.
പക്ഷേ ചായ. അയ്യോ താങ്ക് യു. അയ്യോ പക്ഷേ ഇത് നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? നോ, ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ. ഇനി അതിന് ചാൻസ് കിട്ടിയില്ലെങ്കിലോ? ആ, എന്ത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഡോക്ടർ ഗൗതമിനെ വിവാഹം കഴിച്ചാൽ പിന്നെ ഈ ജോലി നിങ്ങൾ ഉപേക്ഷിച്ചാലോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സർ, നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാം. ഞാൻ പിന്നെ വരാം ഡോക്ടർ. ഓൾ റൈറ്റ്, പ്ലീസ്. ഡോക്ടർ, നമുക്ക് ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഇന്റർവ്യൂ ആക്കണം. ഞാൻ താങ്കളോട് ചോദിക്കില്ല എന്തിന് ഡോക്ടറായി, എങ്ങനെയായി എന്ന്. ഡോക്ടർ കൃപാൽ, താങ്കളുടെ ഈ വിജയത്തിന്റെ രഹസ്യം എന്താണെന്നും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. താങ്കൾ ഒരു റെസ്പോൺസിബിൾ ഡോക്ടറാണ്. താങ്കൾ വളരെ സമർത്ഥനും വളരെയധികം പ്രഗത്ഭനുമാണ്. പക്ഷേ ചില ആളുകൾ നിങ്ങളുടെ ആ ക്ലീൻ ഇമേജിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സർ, അത്തരം വ്യക്തികളോട് അങ്ങയുടെ നിലപാട് എന്താണ്? ചായ തണുത്തു പോകും. താങ്ക് യു. നൈസ് ടീ. സർ, താങ്കൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. താങ്കൾ എന്തോ ആലോചിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുകയാണോ അതോ എൻക്വയറി ചെയ്യുകയാണോ? സർ, ഇന്റർവ്യൂവിൽ ആളുകൾ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ പറയാറുണ്ട്. ആ, നിനക്ക് പരിചയമുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് എന്താണ് അറിയാൻ കഴിയുക? സർ, ഒരു ഡോക്ടർ തന്റെ പേഷ്യൻസുമായി ബന്ധം നിലനിർത്തുന്നു. താങ്കളുടെ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, കലാവതി. പിന്നെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ശാലിനി വർമ്മ. നീ എന്ത് വിഡിത്ത ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്? എന്താ സർ, താങ്കൾ എന്തിനാ കോപിക്കുന്നത്? പിന്നെ കോപം വരാതിരിക്കുമോ? എന്ത് തരം ഇന്റർവ്യൂ ആണിത്? എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ശാലിനിയെ പോലെ വേറെയും പേഷ്യൻസ് ഉണ്ടായിരുന്നല്ലോ. അവരും താങ്കളുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷെ ഓപ്പറേഷന്റെ പേരിൽ ചിലരുടെ എല്ലാം കിഡ്നി, ചിലരുടെ എല്ലാം ഹൃദയം, അറിയില്ല എന്തെല്ലാം എടുത്തു മാറ്റിയെന്ന്. അവരെല്ലാം മരണത്തിന്റെ പിടിയിലുമായി. മിസ് പ്രീതി, എനിക്ക് തോന്നുന്നു നീ എന്നെ കുറിച്ച് എൻക്വയറി ചെയ്യാൻ വന്നതാണെന്ന്. ഏതോ കംപ്ലൈന്റ് അനുസരിച്ച് എന്നെ വീഴ്ത്താൻ വന്നതാണെന്ന്. ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് മിസ് പ്രീതി. ഞാനെന്താ കുഞ്ഞാണെന്ന് കരുതിയോ? നിന്നെയും ഗൗതമിനെയും കുറിച്ച് ഞങ്ങളെല്ലാം മനസ്സിലാക്കി. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ബിസിനസിനെ കുറിച്ചും. ഇതിനുശേഷം ഈ ലോകം മുഴുവൻ ഇതിനെ കുറിച്ച് അറിയും. ലോകമറിയണമെങ്കിൽ മിസ് പ്രീതി, നീ ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് വേണ്ടേ? നീ ഇവിടെ നിന്ന് പുറത്തേക്കല്ല, നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും. അവിടെ ഞാൻ നിന്റെ ശരീരത്തിൽ ഓരോ അവയവവും എടുത്തു മാറ്റും. ഞാൻ ആവശ്യപ്പെടുന്ന വിലയ്ക്ക് നിൽക്കും. ഇല്ല, നിങ്ങൾക്കത് ചെയ്യാനാവില്ല. ഞാൻ അത് തന്നെ ചെയ്യും. കാരണം നീ ഇപ്പോൾ കുടിച്ച ചായ ഉണ്ടല്ലോ, അതിൽ മയങ്ങാനുള്ള മയക്കുമരുന്ന് ചേർത്ത്. എന്ത്? ആ മരുന്നിതാ പ്രവർത്തിച്ചു. എന്നെ വിടൂ. എന്നെ വിടൂ.
ശ്യാമിലി അതെ ഡോക്ടർ കൃപാൽ, ഞാൻ തന്നെ. നിങ്ങൾ എന്ത് വിചാരിച്ചു? പ്രീതിയാണ് എന്നോ? ഇല്ല ഡോക്ടർ കൃപാൽ, പ്രീതിയെ കൊണ്ടുവന്നിരുന്നുവെങ്കിലും അവളോടും അത് തന്നെ ചെയ്യുമായിരുന്നു, എന്നെ ചെയ്തതുപോലെ. ഓർമ്മയുണ്ടോ ആ ദിവസം? ആ സെപ്റ്റംബർ 25 എന്നെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത ദിവസം. എന്നെ മരണത്തിന് കൊടുത്ത ദിവസം. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് കുറ്റത്തിനുള്ള ശിക്ഷയാണ് എനിക്ക് തന്നത് ഡോക്ടർ കൃപാൽ? എന്നോട് എന്ത് ശത്രുതയാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്? പറയൂ ഡോക്ടർ, പറയൂ ഡോക്ടർ കൃപാൽ, പറയൂ. ക്ഷമിക്കണം. ഇയാൾ ഒരു പുരുഷനാണ്, പണക്കൊതി മൂലം ചെന്നായിയായി. പക്ഷെ നീ ഒരു സ്ത്രീയല്ലേ ലില്ലി? ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു. ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്നോട് ക്ഷമിക്കൂ. നിന്റെ കൈ വിറച്ചില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്നോട് ചെയ്തത് അത് തന്നെ ഞാൻ അങ്ങോട്ടും തിരിച്ചു ചെയ്താൽ? അരുത്, അരുത്, ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കൂ. ഇല്ല ഡോക്ടർ കൃപാൽ, ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് ഒരു പാവപ്പെട്ട അബലയായ സ്ത്രീയുടെ ശരീരത്തെയല്ല, മറിച്ച് ഒരു തുടിക്കുന്ന ഗതിമുട്ടിയ ആത്മാവിനെയാണ്. ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. എന്നെ വെറുതെ വിടണേ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. നിങ്ങൾ രണ്ടും ഒരുപാട് പാപം ചെയ്തു. എത്രയോ ജീവിതങ്ങൾ നിങ്ങൾ ചേർന്ന് നശിപ്പിച്ചു. ഇതല്ലേ ആ ഉപകരണം? ഇത് ഉപയോഗിച്ചല്ലേ നിങ്ങൾ രണ്ട് പാവങ്ങളുടെ ശരീരം കീറി മുറിച്ചത്, ജീവിതങ്ങൾ തർപ്പണം ചെയ്തത്? എത്രയോ ജീവിതങ്ങൾ രണ്ടുപേരും ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ക്രൂരകൃത്യങ്ങൾ കാരണം എത്ര ജീവിതങ്ങളാണ് പൊലിഞ്ഞു പോയത്? എത്ര രക്തമൊഴുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ മുറി, ഞാനും അതിനിരയായവളാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള ശിക്ഷ നൽകുന്നത് വരേക്കും, അതുവരെ എന്റെ ആത്മാവിന് ശാന്തി കിട്ടുകയില്ല. എന്റെ ആത്മാവ് ഇവിടെയെല്ലാം ചുറ്റി നടക്കും ഡോക്ടർ കൃപാൽ, ഇവിടെയെല്ലാം ചുറ്റി നടക്കും. വേണ്ട ശ്യാമിലി, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, എന്റെ ജീവന് വേണ്ടി യാചിക്കുകയാണ് ശ്യാമിലി. എത്ര ഭയക്കുന്നു നീ മരണത്തെ! പക്ഷെ നീ ആ സാധുക്കളുടെ ജീവൻ എടുക്കുമ്പോൾ, അവരെ കീറി മുറിക്കുമ്പോൾ, അപ്പോൾ നിനക്കൊന്നും തോന്നിയിരുന്നില്ലല്ലേ? ഇപ്പോൾ സ്വന്തം മരണം മുന്നിൽ കണ്ട് നിന്റെ ജീവന് വേണ്ടി യാചിക്കുന്നു അല്ലേ? എത്ര ക്രൂരരും ഭീരുക്കളുമാണ് നിങ്ങൾ! പക്ഷെ ഞാൻ നിങ്ങളെ ഇത്തരത്തിൽ കൊല്ലുകയില്ല, മാപ്പും തരികയില്ല. നിങ്ങൾക്കുള്ള ശിക്ഷ നിയമം നൽകും. ഞങ്ങളെ പോലീസിൽ ഏൽപ്പിച്ചോളൂ. ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ഈ ബിസിനസ്സിൽ ഞങ്ങൾ എത്ര നരഹത്യ നടത്തി, എത്ര ജീവിതങ്ങൾ നശിപ്പിച്ചു, എത്ര അവയവങ്ങൾ വിറ്റു, എത്ര ധനം സമ്പാദിച്ചു, എല്ലാം പറയാം, എല്ലാം പറയാം. ഡോക്ടർ കൃപാൽ, മിസ് ലിലി, ഡോക്ടർ ഗൗതമിന്റെയും പ്രീതിയുടെയും കംപ്ലൈന്റ് കിട്ടിയാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നതല്ല. എന്നാലും നിങ്ങളുടെ കൺഫെഷൻ ഞങ്ങൾ കേട്ടു. നരഹത്യകൾക്കും നിയമവിരുദ്ധമായി അവയവങ്ങൾ വിറ്റതിനും ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു മിസ്റ്റർ കൃപാൽ. അറസ്റ്റ് ഹിം. കൊണ്ടുപോകും. എന്താണ് ആലോചിക്കുന്നത് ഗൗതം? ഒന്നുമില്ല പ്രീതി, ഓർക്കുകയായിരുന്നു ഇതിന്റെ എല്ലാം തുടക്കം ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നായിരുന്നില്ലേ?
അതെ ഡോക്ടർ ഗൗതം. ഇപ്പോൾ ഈ കഥയ്ക്ക് അന്ത്യമായി. ഞാൻ വിചാരിച്ചിരുന്നു അവർക്ക് മരണശിക്ഷ നൽകണമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്താൽ അത് എന്റെ മരണത്തിന് പ്രതികാരമായിരുന്നു. ഞാൻ ഇവരെ നിയമത്തിന്റെ പിടിയിൽ വിട്ടത് എന്തിനാണെന്നോ? ലോകം മുഴുവനും ഇതേക്കുറിച്ച് അറിയണം ഡോക്ടർ ഗൗതം. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾ എന്നോട് നീതി കാണിച്ചു. എന്റെ ആത്മാവിന് ശാന്തി കിട്ടി. പ്രീതി, നീ റിപ്പോർട്ടറാണ്. ഈ വിവരം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഇനിയെങ്കിലും മറ്റു ഡോക്ടർമാർ അവയവങ്ങൾ വ്യാപാരം ചെയ്യാതിരിക്കട്ടെ. ഞാൻ പോവുകയാണ്. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന്. പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് സന്തുഷ്ടകരമായൊരു ജീവിതം ആശംസിക്കുന്നു.